ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആസാമിലെ ഒരു ട്രഡീഷണൽ സ്വീറ്റ് സ്നാക്കായ ഗിലാപീത്തയാണ്. ഇതിനു വേണ്ടി 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ഒരു നുള്ളു ഉപ്പും പിന്നെ കുറച്ച് കരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിന് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അതിന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 കപ്പ് ശർക്കര പൊടിയാണ് ഞാൻ ചേർത്തത്. ശർക്കര ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരിപ്പൊടിയിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലൂസായിട്ടുള്ള ടെക്സ്ചറല്ല കേട്ടോ വേണ്ടത്. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ മാവ് ഉണ്ടാവുമല്ലോ, ആ ഒരു ടെക്സ്ചറിൽ വേണം നമ്മളിതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ കുറേശ്ശായിട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് ചൂട് പോയ ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ചൂട് പോയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഗിലാപീത്തൻ്റെ ഷേപ്പ്. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തയ്യാറാക്കി മാറ്റി വെക്കാം. ഇത് ഇവരുടെ ഒരു ട്രഡീഷണൽ സ്വീറ്റാണ് കേട്ടോ. ഇവർ ബീഹൂനൊക്കെ സ്പെഷ്യലായിട്ട് ഇത് തയ്യാറാക്കും. അപ്പോൾ നമ്മളെല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്ന് ഇതിനകത്തേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ, അല്ലാതെ പെട്ടെന്ന് പുറത്തുള്ള ഭാഗം കരിഞ്ഞു പോകും. ഇത് പുറമെ കുറച്ച് ക്രിസ്പി ആയിട്ടാണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. ഇത് ആസാമീസിൻ്റെ ഗിലാപീത്ത ആണ്. അപ്പോൾ നമ്മുടെ ഗിലാപീത്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റി വെക്കാം. അങ്ങനെ ബാക്കിയുള്ളത് കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് നമ്മളെ നെയ്യപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.